അപ്പോൾ ഇന്ന് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സ് ആണ്. LDCയിൽ 5 മാർക്കിനാണ് എക്കണോമിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ മത്സര പരീക്ഷകളിൽ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് ഏതെന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ തിയറക്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക, പാർട്ട് വൈസ് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുൾ കണ്ടു കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ വീഡിയോയിൽ ഇനി നമ്മൾ പറയുന്നത് എക്കണോമിക്സിൻ്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സമ്പത്തിനെ കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്നതാണ്. എഫ്നോളജി എന്ന പേരിലാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. എഫ്നോളജി എന്ന പേരിലാണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. ഈ രണ്ടാമത്, എക്കണോമിക്സിൻ്റെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പേരാണ്. എന്തെന്ന് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത് ഓൾക്കോണിമിയ എന്ന് പറഞ്ഞിട്ടുള്ള പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പദം ഉൾത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഓൾക്കോണോമിയ എന്ന് പറഞ്ഞിട്ടുള്ള പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം വരുന്നത്. എക്കണോമിക്സിൻ്റെ മലയാളം മീനിങ് ആണ് ഗൃഹഭരണം എന്ന് പറയുന്നത്. ഗൃഹഭരണം എന്ന് പറയുന്നതാണ് എക്കണോമിക്സിൻ്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത്. ഇനി എക്കണോമിക്സിൻ്റെ ഡെഫിനേഷനാണ് നമ്മൾ പറയുന്നത്. എന്താണ് എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രത്തെയാണ് എന്തെന്ന് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ചെറിയ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എക്കണോമിക്സിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രത്തെയാണ് എന്തെന്ന് പറയുന്നത്, എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു സ്കോട്ട്ലൻഡുകാരനാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്നത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ആദ്യകാലത്ത് എക്കണോമിക്സിന് പൊളിറ്റിക്കൽ എക്കണോമി, രാഷ്ട്രതന്ത്രം എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആഡം സ്മിത്ത് ദ ഇൻജൂറിയസ് ഇൻ ടു ദ നേച്ചർ ആൻഡ് കേഴ്സസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ, ഈ ബുക്കിന് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. ആ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് എക്കണോമിക്സ് വേർതിരിഞ്ഞ് വന്നിട്ടുള്ളത്. അപ്പോൾ പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് എക്കണോമിക്സ് വേർതിരിഞ്ഞ് വന്നിരിക്കുന്നത് ഏത് ബുക്കിൻ്റെയാണ്? വെൽത്ത് ഓഫ് നേഷൻ എന്ന ബുക്ക് ആര് പബ്ലിഷ് ചെയ്തു? ആഡം സ്മിത്ത് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് എക്കണോമിക്സ് വേർതിരിഞ്ഞ് വന്നത്. അതേപോലെ തന്നെ ആഡം സ്മിത്തിൻ്റെ നെക്സ്റ്റ് സിദ്ധാന്തമാണ് ലേസിയസ് ഫെയർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് പദമാണ് ഈ ലേസിയസ് ഫെയർ എന്ന് പറയുന്നത്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൗ ടു ഡു എന്നാണ്. അലൗ ടു ഡു എന്നതാണ് ഈ ലേസിയസ് ഫെയറിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ബുക്കിൽ ആഡം സ്മിത്ത് സമർത്ഥിക്കുന്ന കാര്യം വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സ്വതന്ത്രമാക്കണം എന്നാണ് ആ ലേസിയസ് ഫെയർ കൂടെ ആഡം സ്മിത്ത് സമർത്ഥിക്കുന്ന ഒരു കാര്യം. എന്താണ്? വ്യക്തികളുടെയും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെയും സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സ്വതന്ത്രമായിരിക്കണം എന്നതാണ് ലേസിയസ് ഫെയർ കൂടെ ആര് സമർപ്പിക്കുന്നത്? ആഡം സ്മിത്ത് സമർത്ഥിക്കുന്ന ഒരു കാര്യം.
പിന്നെ അതേപോലെ തന്നെ പുറത്തിറക്കിയിട്ടുള്ളൊരു ബുക്കാണ് ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. അതും ആരുടെ ബുക്കാണ്? ആഡം സ്മിത്തിൻ്റെ ബുക്കാണ്. അപ്പം 3 ബുക്കുകളാണ് അദ്ദേഹത്തിൻ്റെ. ഫസ്റ്റ് ഏതാണ്? വെൽത്ത് ഓഫ് നേഷൻ. പിന്നെ ഏതാണ്? ലേസിയസ് ഫെയർ. അതേപോലെ തന്നെ ദ തിയറി ഓഫ് മോറൽ സെൻറ്റിമെൻറ്റ്സ്. ഇത് 3 ആഡം സ്മിത്തിൻ്റെ ബുക്കുകളാണ്. അതേപോലെ തന്നെ അതിൽ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുറേ കാര്യങ്ങളുമുണ്ട്. അതേപോലെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സമ്പത്തിൻ്റെ ശാസ്ത്രം എന്നും സമർത്ഥിച്ചതാരാണ്? ആഡം സ്മിത്താണ്. ഇത് മുന്നേ LDCയിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന് സമർത്ഥിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ആഡം സ്മിത്താണ്. എക്കണോമിക്സ് എന്ന പേര് ആ ശാസ്ത്രശാഖയ്ക്ക് നൽകിയതാര്? എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് എക്കണോമിക്സ് വേർതിരിഞ്ഞു. പക്ഷെ ആ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് ആരാണ് കൊടുത്തിട്ടുള്ളത്? ആൽഫ്രഡ് മാർഷൽ ആണ് എക്കണോമിക്സ് എന്ന പേര് ആ ശാസ്ത്രശാഖയ്ക്ക് നൽകിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് വേർതിരിഞ്ഞു വന്നിട്ടുള്ള എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് നൽകിയത് ആൽഫ്രഡ് മാർഷലാണ്. അതേപോലെ തന്നെ ആൽഫ്രഡ് മാർഷലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിയമമാണ് ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇത് മുൻവർഷം PSCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? ആൽഫ്രഡ് മാർഷലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമമാണ് എന്ന് പറയുന്നത് ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് നൽകിയതും ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. എന്താണ് ചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപഭോക്താവ് തൻ്റെ കൈവശമുള്ള വരുമാനം, വസ്തുവിൻ്റെ വില, മറ്റു വസ്തുക്കളുടെ വില എന്നിവയെ ആശ്രയിച്ച് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? ചോദനം എന്ന് പറയുന്നത്. അതായത് ചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള വരുമാനം, അതേപോലെ തന്നെ വസ്തുവിൻ്റെ വില, മറ്റ് വസ്തുക്കളുടെ വില എന്നിവയെ ആശ്രയിച്ചാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? ചോദനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൂലധനം എന്ന കൃതി ആരുടേതാണ്? മൂലധനം എന്ന കൃതി ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാൾ മാക്സിൻ്റെ കൃതിയാണ് ഏതെന്ന് പറയുന്നത്? മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ മൂലധനം ബന്ധപ്പെട്ട് കിടക്കുന്നത് ആരായിട്ടാണ്? കാൾ മാക്സ് ആണ്. ഇത് മുൻവർഷം LDCയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതേപോലെ കാൾ മാക്സ് ജർമ്മൻ തത്വചിന്തകനാണ്. കാൾ മാക്സ് ജർമ്മൻ തത്വചിന്തകനാണ്. ഈ മൂലധനം 3 വാല്യങ്ങളിലായിട്ട് പുറത്തിറക്കിയിട്ടുള്ളൊരു ബുക്കാണ് ഈ മൂലധനം എന്ന് പറയുന്നത്. 3 വാല്യങ്ങളിലായിട്ടാണ് കാൾ മാക്സ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കാൾ മാക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സിദ്ധാന്തമാണ് മിച്ചമൂല സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവും ആരാണ്? കാൾ മാക്സ് തന്നെയാണ്. സാമ്പത്തിക ശാസ്ത്രത്തെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 2ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്നും, രണ്ടാമത്തെ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്നുമായിട്ട് 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അതിനെ മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ രണ്ടാമത്തേതാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് എന്നായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രം ഏതാണ്? ആൻസർ മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എക്കണോമിക്സ് ആണ് മറ്റൊരു പേരെന്താണ്? പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം എന്ന് പറയുന്നത്. അതായത് മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റിനെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്.
ഇനി അതായത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഉൽപ്പാദനം, അതിൻ്റെ വില, അതിൻ്റെ ഡിമാൻഡ്, അതിൻ്റെ സപ്ലൈ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തെയാണ് എന്തെന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മാർഷൽ റിക്കാർഡോ. മൈക്രോ എക്കണോമിക്സിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? മാർഷൽ റിക്കാർഡോ. അതെന്ന് പറയുന്നത് വേറെ രണ്ട് പേരെന്തൊക്കെയാണ്? വില സിദ്ധാന്തം അല്ലെങ്കിൽ പ്രൈസ് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു സിദ്ധാന്തം അല്ലെങ്കിൽ ജനറൽ തിയറി എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രം ഏതാണ്? ഏത് സാമ്പത്തിക ശാസ്ത്രമാണ്? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സ് ആണ്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൊത്ത ഉൽപ്പാദനം, മൊത്ത ഡിമാൻഡ്, മൊത്ത വിതരണം ഇവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഏതെന്ന് പറയുന്നത് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത് ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ PSCക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ് പൊതു സിദ്ധാന്തം അല്ലെങ്കിൽ ജനറൽ തിയറി എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവാണ് ആരെന്ന് പറയുന്നത് KM കെയ്ൻസ് എന്ന് പറയുന്നത്. KN കെയ്ൻസ് ആണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ മൊത്ത ഉൽപ്പാദനം, മൊത്ത ഡിമാൻഡ്, മൊത്ത വിതരണം ഇവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം. ഇന്ന് നമ്മളപ്പോൾ എടുത്തിട്ടുള്ളത് സാമ്പത്തിക ശാസ്ത്രത്തിന് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ത്രൂ ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കതൊന്നും കൂടി എന്ത് ചെയ്യാം, സമറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്? എഫ്നോളജി എന്ന പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പേരാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് ആൽക്കണോമിയ എന്ന് പറഞ്ഞിട്ടുള്ള പദത്തിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്നതാണ് എന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഡെഫിനേഷൻ ഉണ്ടായിരുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രത്തെയാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് എന്തായിരുന്നു? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരായിരുന്നു? ആഡം സ്മിത്തിൻ്റെ 3 ഫേമസ് ബുക്കുകളുണ്ട്. അത് LDCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. ഏതൊക്കെയായിരുന്നു? വെൽത്ത് ഓഫ് നേഷൻ, ലേസേഴ്സ് ഫിയർ, അതേപോലെ തന്നെ ദ തിയറി ഓഫ് മോറൽ സെറ്റിൽമെൻറ്റ്സ്. ഈ 3 LDCക്ക് ചോദിച്ചിട്ടുള്ളതായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലെ സമ്പത്തിൻ്റെ ശാസ്ത്രം എന്ന് വിളിച്ചതും ആരായിരുന്നു? ആഡം സ്മിത്ത് ആയിരുന്നു. പിന്നെ എക്കണോമിക്സ് എന്ന പേര് നൽകിയത് ആരായിരുന്നു? ആൽഫ്രഡ് മാർഷൽ ആയിരുന്നു ആ പേര് നൽകിയത്. അദ്ദേഹവുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ചോദന നിയമം എന്ന് പറയുന്നത്. പിന്നെ മൂലധനം ആരുമായിട്ട് റിലേറ്റഡ് ആണ്? കാൾ മാക്സുമായിട്ടാണ്. അദ്ദേഹം ഒരു ജർമ്മൻ തത്വചിന്തകനായിരുന്നു. പിന്നെ മിച്ച മൂലസിദ്ധാന്തത്തിൻ്റെയും ഉപജ്ഞാതാവ് ആരാണ്? കാൾ മാക്സ് ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഏതൊക്കെയാണ്? മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമെന്നും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്നുമായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ മൈക്രോ എക്കണോമിക്സിൻ്റെ വേറൊരു പേരെന്താണ്? പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? മാർഷൽ റിക്കാർഡോ ആയിരുന്നു. റിക്കാർഡോ ആയിരുന്നു അതിൻ്റെ ഉപജ്ഞാവ് എന്ന് പറയുന്നത്. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? KM കെയ്ൻസ് ആണ്. അതിൻ്റെ മറ്റൊരു പേര് എന്താണ്? ജനറൽ തിയറി അല്ലെങ്കിൽ പൊതു സിദ്ധാന്തം എന്നാണ്. നേരത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.